നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഇടയത്താഴം കഴിക്കുക എന്നുള്ളത്. ഇടയത്താഴം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ ഇടയത്താഴം കഴിക്കണം. ഇടയത്താഴം അനുഗ്രഹീതമായ പ്രഭാത ഭക്ഷണമാണ്. നിങ്ങൾ ഇടയത്താഴം വേണ്ട എന്ന് വെക്കരുത്. നമ്മളിൽ പലരും പലപ്പോഴും വലിയ ക്രെഡിറ്റ് ആയിട്ട് അഭിമാനമായിട്ട് പറയാറുണ്ട്, ഞാൻ ഇടയത്താഴം കഴിക്കാതെയാണ് നോമ്പ് പിടിക്കുന്നത് എന്ന്. അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമാണ്. ഇടയത്താഴം കഴിക്കണം. ഒരിറക്ക് വെള്ളമാണെങ്കിലും ശരി. നിഅമ സഹൂരിൽ മുഅ്മിനി തംറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഅ്മിനിന്റെ ഇടയത്താഴത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കാരക്കയാണ് എന്ന്. ഒരിറക്ക് വെള്ളമോ അല്ലെങ്കിൽ ഒരു കാരക്കയോ ആ സമയത്ത് കഴിച്ചുകൊണ്ട് വേണം നോമ്പനുഷ്ഠിക്കാൻ. കാരണം നമ്മുടെയും മുൻ വേദക്കാരുടെയും നോമ്പ് തമ്മിലുള്ള വ്യത്യാസം ഇടയത്താഴം കഴിക്കലാണ്. ഇടയത്താഴം കഴിച്ച് നോമ്പ് പിടിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. തന്നെയുമല്ല, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൽ മുതസഹിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇടയത്താഴം കഴിക്കുന്നവരുടെ മേൽ അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നതാണ്. അള്ളാഹു സ്വലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അത്യുന്നതരായ മാലാകമാരോട് നമ്മളെക്കുറിച്ച് പറഞ്ഞ് അഭിമാനം കൊള്ളും എന്നാണ് അതിന്റെ അർത്ഥം. മലക്കുകൾ സ്വലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ അവർ ഇടയത്താഴം കഴിക്കുന്നവരുടെ പാപമോചനത്തിനു വേണ്ടി, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ലഭ്യമാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നർത്ഥം. അതുകൊണ്ട് ഇടയത്താഴം വളരെ അനുഗ്രഹീതമായ ഭക്ഷണമാണ്. അത് വേണ്ടെന്ന് വെക്കരുത്. അത് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്.